നമ്മുടെ നിത്യവാസം എന്നതിനെ സംബന്ധിച്ച് ദൈവവചനം എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് കൃത്യമായി പറയാറുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് വരാം. വെളിപ്പാട് 21-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലല്ല എന്ന് ഉറപ്പാണല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടെന്നല്ലേ വാക്യം അല്ലേ? എന്നിട്ട് 3-ാം വാക്യം ഒന്ന് വായിച്ചു സിസ്റ്ററേ. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പോ മനുഷ്യരോട് കൂടെ ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിച്ച് മനുഷ്യൻ്റെ കൂടെ, മനസ്സിലായോ? അപ്പോൾ ഇത് വേറൊരു ലോകത്തൊന്നുമല്ല നടക്കുന്നത്, ഭൂമിയിലാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു മനുഷ്യൻ്റെ കൂടെ. ഇനി അത് ഭൂമിയിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന 1-2 വാക്യങ്ങളോട് 21-ന്റെ 23-ഉം 24-ഉം വായിക്കാം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല എന്ന് പറയാൻ കാരണം സ്വർഗത്തിലെ കാര്യമാണെങ്കിൽ അത് പറയുകയല്ല. കാരണം അവിടെ എന്തിനാ സൂര്യനും ചന്ദ്രനും? സൂര്യനും ചന്ദ്രനും വേണ്ട ഒരിടത്താണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ സൂര്യൻ വേണ്ട എന്ന് പറയുന്നത്. അടുത്ത് ദൈവത്തിന്റെ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. പുതിയ യെരൂശലേമിലേക്ക് ഭൂമിയിലെ രാജാക്കന്മാർ മഹത്വം കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ മഹത്വം കൊണ്ടുവരുന്നത് സ്വർഗത്തിലേക്കല്ല, പുതിയ യെരൂശലേമിലേക്കാണ്. അപ്പോൾ ചിലർ കരുതുന്നത് പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ഇവിടെങ്ങുമല്ല, സ്വർഗത്തിൽ തന്നെയാണെന്നാണ്. ദൈവവചനത്തിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ല, അത് ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയല്ല, പുതിയ ഭൂമിയാണെന്നാണ്. പുതിയ ഭൂമിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭൂമിയെ സംബന്ധിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ 7 ഭൂമികളെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നുണ്ട്. 7 ഭൂമികൾ. ഏതൊക്കെയാണ് 7 ഭൂമികൾ? 1 ആദിമഭൂമി, എഴുതുന്നവർക്ക് വേണ്ടിയാണ്. 1 ആദിമഭൂമി, അതിനെ ഭൗമപറുദീസ എന്നും വിളിക്കാറുണ്ട്. ആദിമഭൂമി അഥവാ ഭൗമപറുദീസ അതേതാണ്? ആ ഭൂമിയാണ് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഭൂമി. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. ആ ഭൂമി ദൂതന്മാരുടെ കീഴിലായിരുന്നു. ആ ഭൂമിയുടെ അധീപനായിരുന്നു ലൂസിഫർ, കേട്ടോ. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന ആദിമ ഭൂമി എന്നാണ്, അല്ലെങ്കിൽ അതിനെ ഭൗമപറുദീസ എന്നും പറയാറുണ്ട്. അതാണ് 1-ാമത്തെ ഭൂമി. ആ ഭൂമി ലൂസിഫർ പാപം ചെയ്തപ്പോൾ ദൈവം ശപിച്ചു, വെള്ളത്താൽ മൂടിക്കളഞ്ഞു. അങ്ങനെ വെള്ളത്താൽ മൂടപ്പെട്ട ഭൂമിയാണ് 2-ാമത്തെ ഭൂമി. അതിനെ സങ്കീർണ ഭൂമി എന്നാണ് വിളിക്കുന്നത്. പാഴും ശൂന്യവുമായി എന്ന് പറയുന്ന ഭൂമി, സങ്കീർണ ഭൂമി. അങ്ങനെ വെള്ളത്താൽ മൂടിയ ഭൂമി എത്ര കാലം കിടന്നു എന്ന് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. എങ്കിലും അനേക നാളുകൾ ഭൂമി അങ്ങനെ വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നു. അത് 2-ാമത്തെ ഭൂമി. അതാണ് ഉൽപ്പത്തി 1-ന്റെ 2-ലൊക്കെ നമ്മൾ വായിക്കുന്നത്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു എന്ന് വായിക്കുന്നില്ല. ആഴം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളത്തിന് മുകളിൽ ഇരുട്ട്, അങ്ങനെ മൂടിക്കിടന്നു കുറേ കാലം. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ. അത് 2-ാമത്തെ ഭൂമി. 3-ാമത്തെ ഭൂമി ആദാമ്യ ഭൂമിയാണ്. 3-ാമത്തെ ഭൂമിയുടെ പേരാണ് ആദാമ്യ ഭൂമി. അതിലാണ് ആദാമിനെ ആക്കിയത്. ആദാം അങ്ങനെ പാപം ചെയ്യാതെ എത്ര കാലം കഴിഞ്ഞു എന്നും നമുക്ക് നിശ്ചയമില്ല. ഞാനത് ഇവിടെ ക്ലാസ്സുകളിൽ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആദാം പാപം ചെയ്യാതെ എത്ര ദിവസം ഏതനിൽ കഴിഞ്ഞു എന്നും നമുക്ക് നിശ്ചയമില്ല, ബൈബിൾ വെളിപ്പെടുത്തിയിട്ടില്ല. ആരും വിചാരിക്കരുത് മനുഷ്യൻ സൃഷ്ടിച്ചു, പിറ്റേ ദിവസം ഹവ്വയുണ്ടാക്കി, 3-ാം ദിവസം പാപം ചെയ്തു എന്ന് ചിന്തിക്കരുത്. അവർ പാപം ചെയ്യാതെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീടാണ് പാപം ചെയ്തത്. അല്ല, പെട്ടെന്ന് ഇതൊന്നും നടന്നില്ല. ഈ ഭൂമി എന്നാ ദൈവം സൃഷ്ടിച്ചതെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കാലപ്പഴക്കം ചിലർ പറയുന്നു 450 കോടി കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 32 കോടി കൊല്ലം, 320 കോടി എന്നൊക്കെ പറയും. എന്തായാലും നമുക്ക് തർക്കമില്ല. കാരണം ഈ ഭൂമി ആദ്യം സൃഷ്ടിച്ചത് ആദാമിന് വേണ്ടിയല്ല, അതിനു മുമ്പ് ഭൂമിയുണ്ട്. ആ ഭൂമിയെ മൂന്നാമത്തെ ഭൂമിയിലാണ് ആദാമിനെ ആക്കുന്നത്. അതിനെയാണ് ആദാമ്യ ഭൂമി എന്ന് വിളിക്കുന്നത്. നാലാമത്തെ ഭൂമി നോഹൈക ഭൂമിയാണ്. നോഹയുടെ ഭൂമി എന്ന് വിളിക്കും. ജലപ്രളയം കഴിഞ്ഞിട്ടുള്ളതാണ്. ജലപ്രളയം കഴിഞ്ഞുള്ള ഭൂമിയുടെ പേരാണ് നോഹൈക ഭൂമി. എന്താ ആ ഭൂമിയുടെ പ്രത്യേകത? ആ ഭൂമിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, മൊത്തം നശിപ്പിച്ചില്ല. ചില മാറ്റങ്ങൾ വരുത്തി, ഒരു മഴവില്ലൂടെ വെച്ച് തന്നു. പ്രകൃതി നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ അല്പസ്വല്പം വ്യത്യാസങ്ങളോടുകൂടെ ദൈവം വച്ചിരിക്കുന്ന ഭൂമിയാണ് നോഹൈക ഭൂമി എന്ന് വിളിക്കുന്നത്. നോഹയുടെ കാലം മുതൽ ഇന്നേ വരെ ഈ ഭൂമി ഒരേ ഭൂമിയാണ്, നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി അതാ. എന്നാൽ ഈ ഭൂമിക്ക് ഇനി ഒരു മാറ്റം വരും. എപ്പോഴാണെന്നറിയാമോ? ഇനി മാറ്റം വരുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അതിനെയാണ് സഹസ്രാബ്ദ ഭൂമി എന്ന് വിളിക്കുന്നത്. അഞ്ചാമത്തെ ഭൂമി സഹസ്രാബ്ദ ഭൂമി. അത് ഇന്നത്തെ ഭൂമി പോലെയല്ല. ഭൂമിയുടെ സൂര്യപ്രകാശത്തിന് വ്യത്യാസമുണ്ട്, ഈ ഭൂമിയുടെ കാർഷിക മേഖലയ്ക്ക് വ്യത്യാസമുണ്ട്, ഈ ഭൂമിയിലെ മനുഷ്യജീവിതത്തിന് വ്യത്യാസമുണ്ട്. ഒത്തിരി മാറ്റങ്ങളുള്ള ഭൂമിയാണ് സഹസ്രാബ്ദ ഭൂമി. അപ്പോൾ അഞ്ചാമത്തേത്. ആറാമത്തേത്, ഈ ഭൂമി പണ്ട് ദൂതൻ്റെ പാപം കൊണ്ട് ജലപ്രളയത്താൽ മൂടിയതുപോലെ ഈ ഭൂമി ഇനി അഗ്നിപ്രളയം വരാൻ പോവുകയാണ്. അതാണ് ആറാമത്തെ ഭൂമി. അഗ്നിയാൽ പ്രളയം, അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഭൂമിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അതാണ് ആറാമത്തെ ഭൂമി, സങ്കീർണ ഭൂമി. രണ്ടാമത്തെ ഭൂമിയും ആറാമത്തെ ഭൂമിയും ന്യായവിധി ഏറ്റുവാങ്ങുന്ന ഭൂമിയാണ്. അഗ്നിപ്രളയമുള്ള ഭൂമി സംഭവിക്കുന്ന ഭൂമി. ഏഴാമത്തേതും അവസാനത്തേതുമാണ് പുതിയ ഭൂമി. ഏഴാമത്തേതും അവസാനത്തേതുമായ ഭൂമിക്കാണ് പുതിയ ഭൂമി എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് പുതിയ ഭൂമിയുടെ കാര്യമാണ്. മതങ്ങളുടെ ഒരു വലിയ വിശ്വാസം എന്നാണെന്നറിയാമോ? മതങ്ങളെല്ലാത്തിൻ്റെയും മനുഷ്യൻ സ്വർഗത്തിലിങ്ങനെ നിത്യകാലം വസിക്കുമെന്നാണ്. അത് മതബോധത്തിൻ്റെ ഭാഗമാണ്. എല്ലാ മതങ്ങളിലുള്ള വിശ്വാസം. ഇസ്ലാം മതത്തിലുണ്ട്, അവരും പറയുന്നത് സ്വർഗത്തിൽ പോകുമെന്ന്. സ്വർഗത്തിൽ പോയി ജീവിക്കുമെന്നുള്ളത് മതങ്ങളിൽ നിന്ന് വന്ന ഒരു ബോധമാണ് പ്രധാനം. ബൈബിൾ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ നിത്യകാലം അവിടെ ആണെന്ന് പഠിപ്പിക്കുന്നില്ല. അവിടെ സ്വർഗത്തിൽ പോവും, പക്ഷെ നിത്യകാലം അവിടെ ആണെന്നല്ല പഠിപ്പിക്കുന്നത്. നിത്യകാലം നമ്മൾ വസിക്കുന്ന വേറൊരിടത്താണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിൻ്റെ കാരണം നമ്മൾ മുമ്പേ വായിച്ചൊരു വാക്യമുണ്ടല്ലോ, അത് അങ്ങനെ പറയാനുള്ള കാരണം ദാനിയേൽ 2:44 വായിച്ച് ക്രിസ്തു എവിടാ തൻ്റെ ഭരണം സ്ഥാപിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കർത്താവ് എവിടാണ് തൻ്റെ ഭരണം സ്ഥാപിക്കുന്നത്? ദാനിയേൽ 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. ഉണ്ടോ? ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോമ, ഇങ്ങനെ ലോകത്തിൽ പല ഭരണങ്ങൾ വരും. ഏറ്റവും ഒടുവിൽ ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭരണകാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കും. എവിടെ? ഇവിടെ. അല്ലാതെ സ്വർഗസ്ഥനായ ദൈവം രാജ്യത്വം സ്ഥാപിക്കുന്ന സ്വർഗത്തിലല്ല, ഇവിടേക്ക് വരുമെന്നാണ് പറയുന്നത്. ബിംബത്തിൻ്റെ കാലിൽ കല്ല് വന്ന്, കൈതൊടാത്ത ഒരു കല്ല് വന്ന് അടിച്ച് മഹാപർവ്വതമായി ഭൂമി നിറഞ്ഞു. അങ്ങനെ എഴുതിയേക്കുന്നത് ഭൂമി എങ്ങ് നിറഞ്ഞെന്ന. ആ പർവ്വതം എവിടെ നിറഞ്ഞു? ഭൂമിയിൽ. അങ്ങനെ ആ സ്വപ്നത്തിൽ എഴുതിയേക്കുന്നത്. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന ഭരണകൂടം സ്വർഗത്തിലാണെന്ന ധാരണ തിരുവചന അടിസ്ഥാനത്തിൽ വന്ന ഒന്നല്ല. നോക്കിക്കേ, ദാനിയേൽ 12-ാം അധ്യായം എടുത്താട്ടെ.
2-ാം അധ്യായം അതിൽ സ്വപ്നം പറയുന്നുണ്ട്. അതിൻ്റെ ഈ 35-ാമത് വാക്യം വായിക്കാൻ. 2-ാം അധ്യായം 35-ാം വാക്യം. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. കണ്ടോ? ഇതത്രേ സ്വപ്നം. ആ കല്ല് ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവാ. മനുഷ്യൻ്റെ കരസ്പർശമേൽക്കാതെ വരുന്നൊരു കല്ല് ലോക ഭരണകൂടങ്ങളെ മുഴുവൻ തകർക്കും. തകർത്തിട്ട് ആ കല്ല് ഈ ഭൂമി മുഴുവൻ നിറയും. അപ്പോൾ കർത്താവിൻ്റെ ഭരണം എവിടെ വരാൻ പോകുന്നത്? ഭൂമിയിലാണ്. പക്ഷെ അത് ഈ ഭൂമിയല്ല. ഈ ഭൂമി ഭരിക്കും 1000 കൊല്ലം. എന്നാൽ പുതിയ ഭൂമിയിലാണ് നിത്യരാജ്യത്വം വെളിപ്പെടാൻ പോകുന്നത്. അത് മനസ്സിലാക്കാത്തവരാണ് നമ്മളെല്ലാം സ്വർഗത്തിലേക്ക് പോകും. പിന്നെ അവിടെ ആയിരിക്കും നമ്മളത് മാത്രം പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ നിത്യത മുഴുവൻ സ്വർഗത്തിലല്ലെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതിന് കാരണമുണ്ട്. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം. അതിന് ചില വേദവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണത് പറയുന്നത്, നമ്മുടെ ഊഹം കൊണ്ട് പറയുകയല്ല. വായിക്കാം. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൻ്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ വായിക്കാം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ എത്ര കാലം രാജാവായിരിക്കും? യാക്കോബ് ഗൃഹം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാ. ഇസ്രായേലിന് നമ്മുടെ കർത്താവ് എത്ര കാലം രാജാവായിരിക്കും? വായിക്കുമെന്ന് പറഞ്ഞേ. എന്നേക്കും. എന്നേക്കും എന്ന് പറഞ്ഞാൽ എത്ര വർഷം വരും? അളവുണ്ടോ? ഇല്ല. എന്നേക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പരിധിയില്ലല്ലോ. അപ്പം എന്നേക്കും രാജാവായിരിക്കും. ആർക്കായിരുന്നു? യാക്കോബ് ഗൃഹത്തിന്. അല്ല, സ്വർഗത്തിലെ മാലാഖമാർക്കല്ല, യാക്കോബ് ഗൃഹത്തിന്. അടുത്തത്, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. വ്യക്തമായല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വ്യക്തതയാണ് വരാനുള്ളത്? കർത്താവ് എന്നേക്കും രാജാവായിരിക്കും യാക്കോബ് ഗൃഹത്തിന്. അതിന് അവസാനമില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലാണ് എന്നേക്കുമുള്ള തൻ്റെ വാഴ്ച അരങ്ങേറുന്നതെന്ന് വ്യക്തം. അപ്പം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലും ലൂക്കോസ് 1-ാം അധ്യായവും അനുസരിച്ച് കർത്താവിൻ്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനാണ് കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നത്. അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല. ഇനി നമ്മുടെ കാര്യം നോക്കാം. എവിടാണ് നമ്മൾ ഈ നിത്യതയിൽ ഭരിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-ാമത് വാക്യം. എവിടെയാ ഇത് നടക്കാൻ പോകുന്നത്? ആകാശത്തിൻ്റെ കീഴെല്ലായിടവും ഉള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കും. അവരെത്ര കാലം രാജാവായിരിക്കും? 18-ാം വാക്യം. 18. വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. മനസ്സിലായോ? അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. എവിടെയാ? ആകാശത്തിന് കീഴെ. അപ്പം എവിടെയാണ് നമ്മുടെ നിത്യരാജ്യത്വം? ഭൂമിയിൽ. അങ്ങനെ തന്നെ പഠിക്കണം. ചില പാട്ടിലൊക്കെ ഉണ്ട് നമ്മളങ്ങനെ സ്വർഗത്തിൽ നിത്യകാലം അവിടെ ആയിരിക്കും വാഴുന്നതെന്ന്. അവിടെ ആരെയൊന്നും നമ്മൾ വാഴാൻ പോകുന്നില്ല. സ്വർഗത്തിലല്ല നമ്മുടെ വാഴ്ച. സ്വർഗത്തിൽ മാലാഖമാരെ വാഴാനായിട്ടല്ല നമ്മെ നിയമിച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്, തിരുവെഴുത്തനുസരിച്ചല്ല. നമ്മൾ നിത്യകാലം വാഴുന്നത്
ദാനിയേൽ 7:27 വ്യക്തമായി പറയുന്നു, ആകാശത്തിൻ്റെ കീഴിലുള്ള രാജ്യങ്ങളുടെ മഹത്വം വിശുദ്ധന്മാർക്ക് ലഭിക്കും. ആ രാജ്യത്വം, അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് ആ രാജ്യത്വം, അവൻ്റെ രാജ്യത്വം. അതിൻ്റെ അടുത്ത ഭാഗം കൂടെ വായിച്ചേ. അത് നിത്യരാജ്യത്വമാണ്. ഈ ആകാശത്തിന് കീഴിൽ വെളിപ്പെടാൻ പോകുന്ന വിശുദ്ധന്മാരുടെ ഭരണം നിത്യരാജ്യത്വമാണ്. അവസാനമില്ല അതിന്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നൊരു കാര്യം. അപ്പോൾ എവിടെയാണ് പുതിയ ഭൂമിയിലാണ് നമ്മുടെ വാഴ്ച, അവിടെയാണ് പുതിയ യെരൂശലേം. പുതിയ യെരൂശലേം വേറെ എങ്ങുമല്ല. വ്യക്തത നമുക്ക് വന്നിട്ടുണ്ടല്ലോ. ഇനി അത്തരം കാര്യങ്ങൾ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കരുത് കേട്ടോ. അവളുടെ പുതിയ യെരൂശലേം എവിടെയൊന്നുമല്ല, വേറെ എങ്ങാണ്ടാന്നൊക്കെ പറഞ്ഞാൽ പറയുന്നവർ പറയട്ടെ. തിരുവചനം വ്യക്തമായി അത് പറയുന്നു. ഈ സ്വർഗത്തിലും ഭൂമിയിലും പൊതുവായ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? സ്വർഗത്തിൽ ദൈവാലയമുണ്ട്, ഭൂമിയിലുമുണ്ട്. സ്വർഗത്തിൽ യെരൂശലേമുണ്ട്, ഭൂമിയിലുമുണ്ട്. സ്വർഗത്തിൽ സിയോമലയുണ്ട്, ഭൂമിയിലുമുണ്ട്. സ്വർഗത്തിൽ മഹാപുരോഹിതനുണ്ട്, ഭൂമിയിലുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പൊതുവായുള്ളതാണ്. അത് സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് ഭൂമിയിലും ഉണ്ടായത്. ഞാനത് വ്യക്തമാക്കാം. മോശ സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിന് മുമ്പ് പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് ദൈവം ഒരു മാതൃക കാണിച്ചു കൊടുത്തു. പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്തിനാ ഈ പർവ്വതത്തിൽ കാണിച്ചതെന്നറിയാമോ? ഇത് സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിരൂപമായി കാണിച്ചു കൊടുത്തത്. അപ്പോൾ സ്വർഗത്തിൽ ദൈവാലയമുണ്ടോ? ഉണ്ടല്ലോ. അതെന്തിനാ? അത് വരാൻ പോകുന്ന കാര്യങ്ങൾ. അത് സ്വർഗത്തിൽ ദൈവാലയമുണ്ടോ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം എടുത്താണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ എബ്രായ ലേഖനത്തിലും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവാലയത്തിലെ യാഗപീഠം, അതുപോലെ തന്നെ ഉപകരണം, അതിൻ്റെ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം വായിക്കാം. 6-ാമത് വാക്യം, 6-7 വാക്യങ്ങൾ. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. ഔവണ്ണം യാഗപീഠവും സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദ അവിടെ യാഗപീഠം സംസാരിക്കുക. ഇനി 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദൈവാലയം തുറന്നത്. മനസ്സിലായല്ലോ. അപ്പൊ സ്വർഗത്തിൽ എന്തോ ഉണ്ട്? ദൈവാലയമുണ്ട്. അതേ ദൈവാലയത്തിൻ്റെ മാതൃകയാണ് ഭൂമിയിലുണ്ടാക്കിയത്. സ്വർഗത്തിൽ ദൈവാലയമുണ്ട്, അതിൻ്റെ മാതൃക ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പർവ്വതത്തിൽ മാതൃക കാണിച്ചു കൊടുത്തത്. എബ്രായ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇത് സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബമാണ് ഭൂമിയിൽ കണ്ടത്. സ്വർഗത്തിൽ പൊരുളും. പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോ സമാഗമന കൂടാരവും ശലോമോൻ പണിത ദൈവാലയവും സ്വർഗീയ ദൈവാലയത്തിൻ്റെ നിഴലായിരുന്നു. യഥാർത്ഥ ദൈവാലയം സ്വർഗത്തിലുണ്ട്. അതിൻ്റെ മോഡലാണ് മോശയ്ക്ക് കാണിച്ചു കൊടുത്തത്. അപ്പം ദൈവാലയം സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. അതുപോലെ തന്നെയാണ് യെരൂശലേം. യെരൂശലേം സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. സ്വർഗത്തിലുള്ളത് സ്വർഗീയ യെരൂശലേം, ഭൂമിയിലുള്ളത് ഭൗമിക യെരൂശലേം. പകൽ നമ്മൾ പഠിച്ചതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വർഗത്തിൽ യെരൂശലേമുണ്ട്, ഭൂമിയിൽ യെരൂശലേമുണ്ട്. ഒന്നൊന്നിൻ്റെ നിഴലാണ്. ഭൂമിയിലുള്ളത് നിഴലും സ്വർഗത്തിലുള്ളത് പൊരുളും. സ്വർഗത്തിലുള്ളത് ഇറങ്ങി വരും പിന്നീട്. ഇതുപോലെ തന്നെ പൗരോഹിത്യം. ഭൂമിയിലെ മഹാപുരോഹിതൻ അഹറോനാണ്, സ്വർഗത്തിലെ മഹാപുരോഹിതൻ അഹറോനല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. വായിച്ചേ എബ്രായ ലേഖനം 9:11-12. എബ്രായ ലേഖനം 9. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പിണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും
തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് മതി. ഭൂമിയിലെ ദൈവാലയത്തിൽ യാഗപീഠത്തിൽ യാഗമൃഗത്തെ അർപ്പിച്ച രക്തവുമായി മഹാപുരോഹിതൻ പ്രാകാരത്തിൽ നിന്ന് നടന്ന് വിശുദ്ധ സ്ഥലത്ത് വന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ആ രക്തം കൃപാസനത്തിന്മേൽ 7 വട്ടം തളിച്ച് മഹാപരിഹാര യാഗം പൂർത്തിയാക്കും. അത് ഭൂമിയിലെ ചടങ്ങാണ്. ക്രിസ്തു എന്താ ഇതെന്നറിയാമോ? പ്രാകാരമാകുന്നിടലാകുന്ന ഈ ഭൂമിയിൽ കാൽവറി കുരിശിൽ തൻ്റെ സ്വന്തം ശരീരം യാഗമർപ്പിച്ച് തൻ്റെ രക്തവുമായി ആകാശമണ്ഡലങ്ങളെ കടന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കിലെത്തി തൻ്റെ രക്തം അവിടെ അർപ്പിച്ചു. ഇത് ഭൂമിയിലേത് നിഴലും മറ്റത് യാഥാർത്ഥ്യവുമാണ്. ജനം മനസ്സിലാകാനായി ഇത് ചെയ്യിച്ചത്. അപ്പോൾ സ്വർഗത്തിലെ കൂടാരത്തിലെ മഹാപുരോഹിതൻ ആര്? യേശു ക്രിസ്തു. യാഗവസ്തു എന്ത്? തൻ്റെ സ്വന്തം ശരീരം. അർപ്പിച്ച രക്തം എന്ത്? തൻ്റെ സ്വന്തം രക്തം. ഭൂമിയിലെ പുരോഹിതൻ യാഗം കഴിക്കുന്ന കാളയെ അല്ലെങ്കിൽ ആടിനെ ആ രക്തവുമായിട്ടാണ് അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നത്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. സ്വർഗത്തിലും യാഗമുണ്ട്. സ്വർഗീയമായ യാഗം യേശു ക്രിസ്തുവിൻ്റെ യാഗരക്തം അവിടെ ചെല്ലുന്നത്. അങ്ങനെയാണ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. അപ്പം പിടികിട്ടിയോ? സ്വർഗത്തിലും പുരോഹിതനുണ്ട്, സ്വർഗത്തിൽ ദൈവാലയമുണ്ട്, ഭൂമി ദൈവാലയമുണ്ട്. സ്വർഗത്തിൽ മഹാപുരോഹിതനുണ്ട്, ഭൂമി മഹാപുരോഹിതനുണ്ട്. സ്വർഗത്തിൽ യെരുശലേമിലുണ്ട്, ഭൂമിയിൽ യെരുശലേമുണ്ട്. ഇതുപോലെ തന്നെ സിയോൻ മലയും. യെരുശലേമിൽ 4 മലകൾ ചേർന്നാണ് യെരുശലേം ദൈവാലയം സ്ഥിതി ചെയ്യുന്നത്. 4 മലകൾ. അതിലൊന്നാണ് സിയോൻ. ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. സിയോൻ, മോറിയ, സിയോൻ, അക്ര, ഇങ്ങനെ തുടങ്ങിയ മലകൾ ചേർന്നാണ് യെരുശലേം. ആ സിയോൻ എന്ന പേര് അതുപോലെ സ്വർഗത്തിലുമുള്ള സിയോൻ മല, ഭൂമിയിലുമുള്ള സിയോൻ മല. സ്വർഗത്തിലുള്ളതിൻ്റെ നിഴലാണ് ഭൂമിയിലുള്ളത്, ഭൂമിയിലുള്ളത് നിഴലും സ്വർഗത്തിലുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആരും വിചാരിക്കരുത് ഈ ഭൂമിയിലല്ല ഈ അധിവാസമൊന്നും എന്ന് ചിന്തിക്കരുത്. നമ്മളെങ്കിലും അത്തരത്തിലുള്ള തെറ്റായ ധാരണകളിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അതിന് ഞാനത് മറുപടി പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ അതിനാണ് ഞാനത് വിശദീകരിച്ചത്. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാമല്ലോ. അത് കാണുന്നവരും അത് പലരും കണ്ടു കാണുക ചോദ്യം അല്ലെങ്കിൽ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ഇത് വിശദീകരിച്ചത്. ചില ആളുകൾ അത്തരത്തിൽ 144,000 പേര് സിയോൻ മലയിൽ എന്ന് പറഞ്ഞാൽ അവർ മാത്രം സിയോൻ മലയിൽ പോകും, അത് സ്വർഗത്തിലാണ്, ഭൂമിയിലെങ്ങും അല്ല എന്നൊക്കെ പഠിപ്പിക്കും. അതൊക്കെ കേട്ട് നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. അത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ്, വചനവുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. വ്യക്തിപരമായും അല്ലെങ്കിൽ സഭാപരമായും ആരെയും വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ കാര്യം വിടുക. എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ തന്നെ കർത്താവ് തൻ്റെ ഈ നിത്യരാജ്യം സ്ഥാപിക്കാൻ കാരണം? അതൊരല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ആദാമിനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലാക്കുമ്പോഴേ ദൈവം ഇവിടെ ഒരു ദൈവിക ഭരണകൂടമാണ് സ്ഥാപിച്ച്. വായിച്ചാൽ നമുക്ക് പരിചയമുള്ള വാക്യം ഉൽപ്പത്തി 1:26, 28 നമുക്കൊന്ന് വായിക്കാം. അതൊന്ന് വിശദമാക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി 1:26, 28. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ വാഴുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്തിനാ സൃഷ്ടിച്ചെന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനാ? വാഴുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്ന ഭരണകൂടമാണ്. അപ്പം ഈ ഭൂമിയിലെ സകലത സൃഷ്ടിച്ചു മനുഷ്യനോട് പറഞ്ഞു നീ അതിനെ ഭരിക്കാൻ. അപ്പം മനുഷ്യൻ അതിൻ്റെ മുഴുവൻ ഉടമസ്ഥനല്ല. മനുഷ്യനെ ദൈവം അവിടെ ആക്കി വെച്ചതൊരു രാജപദവിയിലാണ്. അത് ആർക്കു വേണ്ടിയാണ് ആ പദവി കൊടുത്തതെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി ഭരിക്കാനാണ്. നമ്മൾ വാഴാനുള്ളവരാ. ഈ ഭൂമിയിലെ സകല ആധിപത്യങ്ങൾക്കും മുകളിലാണ് മനുഷ്യൻ്റെ സ്ഥാനം, കീഴെയല്ല. ദൈവമക്കളും തിരിച്ചറിയണത്. രക്ഷിക്കപ്പെട്ടവർ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ പദവി ദൈവം വെച്ചിരിക്കുന്ന സകലത്തിൻ്റെ മുകളിലാണ്.
സിംഹം പറയുന്ന കേട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ പറയുന്ന കേട്ടാ സിംഹം ജീവിക്കുന്നത്. ആന മനുഷ്യൻ മെരുക്കിക്കൊണ്ട് നടക്കുകയല്ല, മനുഷ്യനെ ആന കൊണ്ട് നടക്കുകയല്ലോ. ഇടത്താനെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയും, വലത്താനെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയും. മൃഗങ്ങളെയൊക്കെ മെരുക്കി നമ്മൾ കൊണ്ട് നടക്കുക. സകലത്തിൻ്റെ മുകളിലാണ് മനുഷ്യൻ. എന്നും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ മുകളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവം തമ്പുരാൻ. കേട്ടോ, മാലാഖമാരൊന്നും മനുഷ്യൻ്റെ മുകളിലല്ല. മാലാഖമാരൊക്കെ മനുഷ്യൻ്റെ മുകളിലാണെന്നൊന്നും ചിന്തിച്ചേക്കുക. അവർക്ക് ചിറകുണ്ടല്ലോ. ചിറകുള്ളതൊക്കെ മനുഷ്യൻ്റെ മുകളിലാണെങ്കിൽ കോഴി മനുഷ്യൻ്റെ മുകളിലാവുക. ചിറകുകൊണ്ടല്ല ഒരാൾ മുകളിലാണോ താഴെയാണോ ചിന്തിക്കുന്നത്. മാലാഖയ്ക്ക് ചിറകുള്ളത് കൊണ്ട്, സ്വർഗീയ ജീവിയായതുകൊണ്ട് മനുഷ്യൻ്റെ മുകളിലല്ല. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട് അവരാരാന്ന്. ആരാ? 14-ാം വാക്യത്തിലല്ലേ 1-ാം അധ്യായത്തിൻ്റെ? ഒന്ന് വായിച്ചേ, ഒടുവിലത്തെ വാക്യത്തിലുണ്ടല്ലോ. കണ്ടോ, ഇവർ സേവകാത്മാക്കളാണ്. ദൂതന്മാരാരാ? ആരുടെ സേവകന്മാർ? നമ്മുടെ സേവകന്മാർ, നമ്മുടെ ദാസന്മാരാ, നമ്മുടെ സേവകന്മാരാ. ദൂതന്മാർ നമ്മുടെ താഴെയും നമ്മുടെ സേവകാത്മാക്കളുമാണ്. ദൈവം മാത്രമേ മനുഷ്യൻ്റെ മുകളിലുള്ളൂ, മറ്റൊന്നും മനുഷ്യൻ്റെ മുകളിലല്ല. മീഖായേൽ മനുഷ്യൻ്റെ മുകളിലല്ല, ഗബ്രിയേൽ മനുഷ്യൻ്റെ മേളിലല്ല, എല്ലാം താഴെയാണ്. ഇത് കേട്ടിട്ട് ഒരു നല്ല സ്തോത്രമൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഈ പിശാച് മനുഷ്യൻ്റെ മേളിലല്ല, പിന്നെ എവിടെയാ? താഴെയാ. അതെന്താ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? എഫേസ്യ ലേഖനം എന്നെടുത്ത് അതിനകത്ത് ക്ലിയറായിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20, 21, 23 വരെ വാക്യങ്ങളൊന്ന് വായിച്ച് എല്ലാം അപ്പം എവിടാന്ന് മനസ്സിലാവും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിന് മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ, യേശുക്രിസ്തു ഇപ്പൊ ആരാന്നറിയാമോ? എല്ലാ അധികാരത്തിനും കർത്തൃത്വത്തിനും വാഴ്ചയ്ക്കും മുകളിലാ. എന്നിട്ട് സകലത്തെയും യേശുവിൻ്റെ കാൽ കീഴിലാക്കി വെച്ചേക്കുക. ആ യേശുവിനെ നമുക്ക് തന്നേക്കുക. അപ്പം സഭയുടെ പദവി എന്താണെന്ന് ആലോചിച്ച് നോക്കി. സഭയുടെ പദവി സകലത്തിന്മേലും അധികാരമുള്ള യേശുക്രിസ്തുവിൻ്റെ ശരീരമാ സഭ. ആ യേശുവിൻ്റെ കാൽ കീഴിലാണ് ലോകം മുഴുവൻ. സകല അധികാരം യേശുവിൻ്റെ കാൽ കീഴിലാണ്, സകലവും. അങ്ങനെയാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ പദവി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പദവി അനുസരിച്ച് ദൈവം വച്ചിരിക്കുന്നത് രാജകീയ പദവിയാണ്. 8-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിച്ചേ. 8-ാം സങ്കീർത്തനം 6-ാമത് വാക്യം. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. മനുഷ്യന്റെ കാര്യം പറയുക, മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്തുമാത്രം നീ സകലവും അവന്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ അധിപതിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയും അതിലുള്ള സകലവും മനുഷ്യൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ആദാമിനെ രാജതുല്യനാക്കി ഒന്നാമത് ദൈവത്തിൻ്റെ രാജ്യം അതാണ് ആദ്യത്തെ ദൈവരാജ്യം. രണ്ടാമത് കർത്താവ് പഠിപ്പിച്ച പ്രധാന കാര്യമാണല്ലോ ദൈവരാജ്യം. രണ്ടാമത്തേത് ഭൂതകാല ഭൗമിക ദൈവരാജ്യം എന്ന് പറയും. ഏതാണ് ഈ ഭൂതകാല ഭൗമിക ദൈവരാജ്യം? ഇസ്രായേലാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ രാജ്യമായിരുന്നു. മത്തായി 23-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ദൈവരാജ്യത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 43-ാം വാക്യം വായിക്കാം. 21-ന്റെ അമ്മയ്ക്ക് കൂടെ ഒന്ന് വായിച്ചാട്ടെ.
അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും അപ്പൊ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യം അപ്പൊ ആരുടെ കയ്യിലായിരുന്നു? യഹൂദന്റെ. അതുകൊണ്ടല്ലേ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് ജാതികൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ യഹൂദന്മാർ ദൈവത്തിൻ്റെ രാജ്യമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിലുണ്ട്, പല ഭാഗങ്ങളിലും. പുറപ്പാട് ദിവസം 19 അധ്യായത്തിലുണ്ട്. നിങ്ങളെനിക്ക് പുരോഹിത രാജത്വമാകുന്നു. അപ്പോൾ ഭൂതകാല ഭൗമിക ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം ദൈവരാജ്യമായിരുന്നു. ആ ദൈവരാജ്യം അവർ ശരിയല്ലാത്തതുകൊണ്ട് എടുത്ത് ജാതികൾക്ക് കൊടുത്തു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യം എന്നർത്ഥം. ദൈവത്തിൻ്റെ ഭരണമുള്ള രാജ്യത്തിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്താ ദൈവം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത? മുഴുവൻ കാര്യവും ദൈവമാണ് നോക്കുന്നത്. അവരുടെ ആഹാരം, അവരുടെ വസ്ത്രം, അവരുടെ ചെരുപ്പ്, അവർക്കുള്ള വെള്ളം, അവർക്കുള്ള തണൽ, അവർ എല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. അതാ ദൈവരാജ്യം. ദൈവം ഭരിക്കുന്ന രാജ്യം ഏതന്യ പ്രദേശിയിലുണ്ടായിരുന്നു, മനുഷ്യനത് തള്ളിക്കളഞ്ഞു. ദൈവം ഭരിക്കുന്ന രാജ്യം മരുഭൂമിയിലുണ്ടായിരുന്നു, ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. അപ്പം ദൈവം ഭൂമിയുടെ ഭരണം, ഞാനൊന്ന് പകലും ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നോ എന്നെനിക്കറിയില്ല. ലോകം മുഴുവൻ അടക്കി ഭരിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. കാരണം ദൈവം രാജാതിരാജാവാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ട് മനുഷ്യനെ ആക്കി വെച്ചേക്കുന്നത്. അവനും ദൈവവും തമ്മിലുള്ള ബന്ധം തകർന്നാൽ ദൈവത്തിൻ്റെ ഭരണം നമുക്ക് കിട്ടാതെ വരും. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് എന്താ കുഴപ്പം? ദൈവത്തിൻ്റെ ഭരണം ഇങ്ങോട്ട് വരുന്നില്ല. വരാത്തതിന് കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലായിപ്പോയി. ഇപ്പോൾ ഇവിടെ ദൈവരാജ്യം ഉണ്ടോ? ഉണ്ട്. അതെവിടെയാണ്? അതാണ് സഭ. സഭയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചത്, 1 ആദാമ്യകാലത്തെ ദൈവരാജ്യം, 2 ഭൂതകാല ഭൗമിക ദൈവരാജ്യം അഥവാ ഇസ്രായേൽ, പഴനിമ ഇസ്രായേൽ, 3 വർത്തമാനകാല ആത്മീക ദൈവരാജ്യം. വർത്തമാനകാല ആത്മീക ദൈവരാജ്യം അതേതാ? സഭ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവരാജ്യം ഇപ്പം നമ്മുടെ ഇടയിലുണ്ട്. നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവരാജ്യം. ഈ രാജ്യത്തിൻ്റെ ഭരണാധിപൻ ആരാ? ദൈവം തമ്പുരാൻ. പഴനിമ ഇസ്രായേലിൻ്റെ ഭരണാധിപൻ ആരാ? ദൈവം തമ്പുരാൻ. അതവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഒരാളെ ശിംശോനെ രാജാവാക്കാനായിട്ട് ഗിദെയോനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ ഗിദെയോൻ പറഞ്ഞു, യഹോവയാണ് നമ്മുടെ രാജാവ്. അത് തള്ളിക്കളഞ്ഞിട്ടാണ് അവർ ശൗര്യനെ അവിടെ ആക്കി വെച്ചത്. അത് തള്ളിയത് കൊണ്ടാണ് മാനുഷിക രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചത്. അപ്പം ദൈവം ഭരിക്കുന്ന രാജ്യം ഈ ഭൂമിയിൽ ആദാമ്യ സൃഷ്ടി മുതലേ ദൈവം ഇങ്ങനെ യുഗങ്ങളിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഉണ്ട് ദൈവരാജ്യം. അതാണ് ദൈവത്തിൻ്റെ പുതിയ നിയമസഭ. കേട്ടോ, നമ്മുടെ ദൈവരാജ്യത്തിനകത്താ. വായിച്ചേ കൊലോസ്യ ലേഖനം 1:13. നമ്മൾ എവിടാന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ. കൊലോസ്യർ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് എവിടെ ആക്കിയത്? പുത്രൻ്റെ രാജ്യത്തിൽ. നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എവിടാണെന്നറിയാമോ? പുത്രൻ്റെ രാജ്യത്തിലാണ്. പുത്രൻ ഭരിക്കുന്ന രാജ്യമാണിത്. ഇത് ദൈവരാജ്യമാണ്. അപ്പം ദൈവം തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ടായിരിക്കുന്നത്. അത് പഴയ കാലത്തും ഉണ്ടായിരുന്നു, പുതിയ കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിൽ വരണോ? പുത്രനെ സ്വീകരിച്ചാൽ മതി. പുത്രനെ സ്വീകരിച്ചാൽ നിങ്ങൾ പുത്രൻ്റെ രാജ്യത്തിലാണ്. പുത്രൻ്റെ രാജ്യത്തിൽ വന്നാൽ എന്താ ഗുണം? സാത്താൻ്റെ രാജ്യത്തിൻ്റെ പല കാര്യവും നമ്മളെ ബാധിക്കുമെങ്കിലും പുത്രൻ്റെ രാജ്യത്തിനകത്ത് വന്നാൽ പുതിയൊരു നിയമത്തിന് നമ്മൾ കീഴിലായിട്ട് മാറും. പുത്രൻ്റെ രാജ്യത്തിൻ്റെ പുത്രൻ നിയമത്തിൻ്റെ കീഴിൽ വന്ന് ജീവിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ ആത്മീക ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. അതിലൊന്നാണ് ആത്മാവിലുള്ള സന്തോഷം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ല? അതാണ് മൂന്നാമത്തെ ദൈവരാജ്യം. 4-മത്തെ ദൈവരാജ്യം ഭാവികാല ഭൗമിക സാർവത്രിക ദൈവരാജ്യം എന്ന് പറയും.
ഭാവികാല, ഭൗമിക, ആഗോള അല്ലെങ്കിൽ സാർവത്രിക ദൈവരാജ്യം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കും. അതാണ് 1000 ആണ്ട് വാഴ്ച. അതും ദൈവരാജ്യമാണ്. ദൈവം ഭരിക്കുന്ന അവിടെ. ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അപ്പോൾ ഭാവി കാലത്ത് 1000 കൊല്ലം ഈ ലോകം ഭരിക്കുന്ന ആരാ? യേശുക്രിസ്തുവാണ്. പക്ഷെ അതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ രാജ്യമാണ്. 1000 കൊല്ലം ഈ ലോകത്തെ ഭരിക്കും. അന്നേരമായി ഈ മുള്ളും പറക്കാരും മാറുന്നതും സിംഹവും കുഞ്ഞാടും ഒന്നിച്ച് മേയുന്നതും പുള്ളിപ്പുലിയും എന്താ പറയുക മറ്റേ പശുവും ഒക്കെ ഒന്നിച്ച് നടക്കുന്നതും സർപ്പത്തിൻ്റെ പോതിൽ കുഞ്ഞുങ്ങൾ കൈ ഇട്ട് സർപ്പത്തെ പിടിച്ചെടുക്കുന്നതും ഒക്കെ നടക്കുന്ന അപ്പോഴാണ്. ഒരു ജീവിയും ഒരു ദോഷവും ആർക്കും ചെയ്യല. അതാണ് 1000 ആണ്ട് വാഴ്ച. മനസ്സിലായോ? ദൈവം വാഴുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത. അതിനെ വിളിക്കുന്നത് ഭാവി കാലത്ത് വരാൻ പോകുന്ന ആഗോള ദൈവരാജ്യമാണ്. ലോകം മുഴുവൻ യേശുവിൻ്റെ ഭരണത്തിന് കീഴിലാണ്. ഭൂമിയുടെ സ്വഭാവം തന്നെ മാറും. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പം 4-ാമത്തേതാണ് ഭാവികാല ഭൗമിക ദൈവരാജ്യം, സാർവത്രിക ദൈവരാജ്യം. ഇനിയുള്ളത് 5-ാമത്തേതാണ്. അതാണ് നിത്യരാജ്യം. ആ നിത്യരാജ്യമാണ് ഈ പുതിയ ഭൂമിയിലെ വാസം എന്ന് പറയുന്നത്. വായിച്ച 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ പത്രോസ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്താൽ കർത്താവായ യേശുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതേതാണ് നിത്യരാജ്യം? അതാണ് പുതിയ ഭൂമിയിൽ വെളിപ്പെടാൻ പോകുന്ന എന്നേക്കുമുള്ള രാജ്യം. എന്തുകൊണ്ടാണ് അതിനെ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്? വെളിപ്പാട് 22-ന്റെ 1-ാം വാക്യം. വിളിക്കാൻ കാരണം അവിടെ ദൈവമാണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ്. കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് മതി. ആദിവാക്യത്തിൽ തന്നെ ഉണ്ട് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. അപ്പോൾ പുതിയ ഭൂമിയിൽ സിംഹാസനം ആരുടേതാണ് ഉള്ളത്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയാണ്. അപ്പോൾ അതെന്താണത്? അതാണ് ദൈവത്തിൻ്റെ ഭരണമുള്ള രാജ്യം. ദൈവം ഭരിക്കുന്ന രാജ്യം. അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അല്ല നമ്മളെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതല്ല. എത്ര പേർക്ക് മനസ്സിലായി? കരമുയർത്തിയും ദൈവത്തെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ സുഖമാണ്. സ്വർഗത്തിലാണ് നിത്യവാസം എന്നുള്ളത്. അതാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ പോകാൻ പറ്റും. മത തീവ്രവാദികൾ മറ്റാളുകളെ കൊല്ലുന്നത് പോലും ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ പോകാം ആരെങ്കിലും. അതാണ് അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത്. അതാണ് എന്താ അവിടെ കിട്ടുന്നത്? അവർ പറയുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് നമുക്കിങ്ങനെ പൊതുവായി പറയാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ മദ്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. സ്വർഗത്തിൽ മദ്യമുണ്ട്. ഇവിടുത്തെ മദ്യം പോലല്ല, എത്ര വേണേലും കുടിക്കാം. റിയലി സ്വർഗത്തിൽ മദ്യമുണ്ട്, അത് എത്ര വേണേലും നമുക്ക് കുടിക്കാം. സ്വർഗത്തിൽ വാഴപ്പഴമുണ്ട്, അത് എത്ര വേണേലും തിന്നാം. തിന്നാലും കൊതി തീരാത്താണ്. പിന്നെ അവിടെ ഉള്ള കാര്യമൊക്കെ ചിലത് ഈ മൈക്കിൽ കൂടെ പറയാൻ പറ്റുകയില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. കാരണം അവനെ പഠിപ്പിച്ചു വച്ചേക്കുന്ന അങ്ങനെ സ്വർഗത്തിൽ പോവുക എന്ത് വില കൊടുത്തും. ഒരുത്തനെ തട്ടിയച്ചാണേലും സ്വർഗത്തിൽ പോവുക. നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനല്ല. നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ, നീ എന്തെങ്കിലും ചെയ്തു പോകാനല്ല. സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ ഒറ്റ യോഗ്യത വേണം നിനക്ക്. നീ വിശുദ്ധനും നിഷ്കളങ്കനുമായി തീരണം. നീ വിശുദ്ധനാകാതെ നിനക്ക് അവിടെ കടക്കാൻ ഒക്കുകയില്ല. ആ വിശുദ്ധിയും നിഷ്കളങ്കതയും കുഞ്ഞാടിൻ്റെ രക്തത്താൽ പ്രാപിക്കുന്നവന് മാത്രമേ നിത്യരാജ്യത്ത് ചെല്ലാനായിട്ട് സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, ദൈവവും കർത്താവും കുഞ്ഞാടും എവിടെ ഉണ്ടോ അതാണ് നമ്മുടെ സ്വർഗം. മനസ്സിലായി പറയുന്നത്? ദൈവം ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് സ്വർഗമല്ല. നമുക്ക് കെട്ടിടമല്ല നമ്മുടെ സ്വർഗം. ദൈവം എവിടാണോ അവിടെ നമ്മുടെ സ്വർഗം. അതുകൊണ്ടാണ് വെളിപ്പാട് 21:3 വായിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. കർത്താവ് എവിടെ ഉണ്ടോ അതാ എൻ്റെ സ്വർഗം. ഒരാളത്
വ്യക്തമാക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ പറഞ്ഞു, കർത്താവ് നരകത്തിലാണെങ്കിൽ അതാ എൻ്റെ സ്വർഗം. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. യേശു കർത്താവ് എവിടെയുണ്ടോ അതാണ് നമ്മുടെ സ്വർഗം. അല്ലാതെ സ്വർഗം എന്ന സ്ഥലമല്ല നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നുണ്ടല്ലോ ഫിലിപ്പിയ ലേഖനത്തിൽ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഏറെ കാംക്ഷിയുണ്ട്. പുതിയ നിയമഭക്തൻ്റെ പ്രത്യാശയും അതാ. ഫിലിപ്പിയ ലേഖനം 1:21 വായിച്ച് 20-21 വാക്യങ്ങളിൽ പറയുന്നത് തന്നെയാണ്. ആ നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. ആ അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം ഒന്നിൻ്റെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ആ മരിക്കുന്നത് ലാഭവുമാകുന്നു. ആ എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ ഉം. എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ആ അത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ ഏത് തിരഞ്ഞെടുക്കണം ഞാൻ അറിയുന്നില്ല. തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. അടുത്ത് ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ആ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പം ശരീരം വിട്ടാൽ നമ്മൾ എവിടാ? അത് അർത്ഥിത്വമല്ലോ. ശരീരം വിട്ടാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെയാണ്. സ്വർഗത്തിലാന്നല്ല പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെ. ഇനി 1 തെസ്സലോനിക്കർ 4:18 വായിച്ച് 1 തെസ്സലോനിക്കർ 4:18. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അതിന് മുകളിലത്തെ കൂടെ ചേർത്ത് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ആ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ വേഗത്തിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതാണ് അന്തിമം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. അങ്ങനെ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ നാം എപ്പോഴും സ്വർഗത്തിലെ തങ്കത്തിരുവീതിൽ കൂടെ നടക്കുമെന്നല്ല, കർത്താവിൻ്റെ കൂടെ. അതാണ് ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവും. കർത്താവിനെ കാണാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. അല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർണം കിട്ടും, അവിടുത്തെ മുത്ത് കിട്ടും, അവിടുത്തെ രത്നങ്ങൾ കാണും, അതല്ല ഭാഗ്യം. അവിടെ അത് ഭാഗ്യമാക്കുന്നത് യേശുവിനോട് കൂടെ നമ്മളായിരിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സുന്ദരരൂപന് ഞാൻ ഈ മേഘമതിൽ ചേർന്ന് പാടാം. ഓ സുന്ദരരൂപന് ഈ മേഘ മഹോനാഥനെ വേഗം കാൺമാ മൽപ്രേമകാന്തനെ കാണാമിശു മഹോനാഥനെ മഹോനാഥനെ വേഗം കാൺമാ മൽപ്രേമകാന്തനെ കാണാരപകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമാൽ നില കൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം ജീവജല നദിയുണ്ടവിടെ അമൻ ജീവമരങ്ങളുമാൽ നില കൊണ്ടൊരു ദേശോ നല്ലൊരു സുന്ദര ദേശോ ഓ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാൺമാ മൽപ്രേമ കാന്തനെ കാണാം യേശു മഹോന്നതനെ ആമേൻ. മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാം പൊന്മണിമാലയവ യെസ് എനിക്കു തനു ശുഭ്രവസ്ത്ര നാഥനെന്നെ ധരി
ഏൽപ്പിക്കുമെന്ന് പൊന്മണി മാലയാവ് എനിക്കു തരും സുപ്രവസ്ത്രം അവൻ എന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരം ആണ്ടുവാസി തുമവനുടെ നാട്ടിൽ എനിക്കായൊരു കിയ വീട്ടിൽ ഓ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരം ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ എനിക്കായൊരു കിയ വീട്ടിൽ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽ പ്രേമ കാന്തനെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാൺമാൻ മൽ പ്രേമ കാന്തനെ കാണാം സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാൻ മൽ പ്രേമ കാന്തനെ കാണാൻ സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാൻ മൽ പ്രേമ കാന്തനെ കാണാൻ കഷ്ടതയേറെ സഖി ചവരോ കല്ലേറടിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽ പ്രേമ കാന്തനെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽ പ്രേമ കാന്തനെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽ പ്രേമ കാന്തനെ കാണാം ഹല്ലേലൂയ 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 ഉദരഘടകം പവനികദൂരം ചാരഘടകം അതിരപദംഗം ചാരാപടകം പവനികാരം ക്ഷീരാഘടകര മന്ദിരമാമല മൗഢാരഗതം ഇടഗണദാനം ധീവരഘടകം പവനഗജംഗം ദീപക്ഷട്ടം ഭാരഗതിനകം പജലഖരകം ഉദരപദാരക ധീവരഘടകല മമ്പരമാമര ഉടകാരഗജ പ്രൗഢനകാരക ധീകസാര ദീപഘടകല മമ്പരമാമല മൗഢാരഗത ദിവനഗരഗതരഘടകരമരഗ ക്ഷീരാഘടകല മമരമരംപഗ ഭാരക ദീപാരഗജ ഉദകരഘടകല മമരമരംപ
Hallelujah, 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 hallelujah. Amen, amen, amen. ദൈവത്തിന് ഭഗതോ 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 ഭഗതോ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Praise the Lord. നമ്മുടെ നിത്യത നമുക്ക് വിലപ്പെട്ടതാകുന്നതിൻ്റെ കാരണം ദൈവത്തോട് നമുക്ക് നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു കിട്ടുന്നു. നമ്മുടെ രക്ഷകനായ കർത്താവിനെ നാം നേരിൽ കാണുന്നു. അതുകൊണ്ടാണ് അല്ല, നമ്മളെ മോഹിപ്പിക്കുന്നത് സ്വർഗത്തിലെ രത്നമല്ല, സ്വർഗത്തിലെ തങ്കത്തെരുവല്ല, സ്വർഗത്തിലെ മുത്തല്ല, സ്വർഗീയ യെരൂശലേമിൻ്റെ ഭംഗിയല്ല. അത് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അത് കിട്ടുന്നത് കൊണ്ട് അതല്ല നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ കർത്താവിനെ നാം കാണുന്നു എന്നുള്ളതുകൊണ്ട് അത് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മളാരും മതം പഠിപ്പിക്കുന്ന പോലെ ഒരു സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച് മനുഷ്യനെ കബളിപ്പിക്കുന്നവരല്ല. നമ്മൾ പറയാൻ പോകുന്നത് മുൾക്കിരീടം ധരിച്ച് നിനക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിനെ പൊൻകിരീടധാരിയായി നീ നേരിൽ കാണും, നേരിൽ കണ്ട് കർത്താവിനോടൊപ്പമായിരിക്കും എന്നുള്ളതാണ്. അതിലാ സന്തോഷം, അല്ല കിട്ടുന്ന കാര്യത്തിലല്ല സന്തോഷം. അതവിടെ കിടക്കട്ടെ, അതല്ല വലിയ കാര്യം. കിട്ടുന്നതിന് വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നവരല്ല നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാ. കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും, ഓർമ്മയില്ല വാക്യം, ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അല്ല, കർത്താവ് എന്തോ തരും എന്ന് നോക്കി കർത്താവിനെ ഇഷ്ടപ്പെടുകയല്ല. എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ ഞാൻ അകമഴിച്ച് സ്നേഹിക്കും. മനുഷ്യൻ എന്താ നഷ്ടപ്പെട്ടത് ഏദൻ പർദീസിൽ വെച്ചെന്നറിയാമോ? ദൈവത്തോടുള്ള ബന്ധമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നത്, യഹോവയായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നു, ആദാം പാപം ചെയ്തുകൊണ്ട് അത്തിയില കൊണ്ട് അവൻ്റെ അരയാട ഉണ്ടാക്കി അത്തിവൃക്ഷത്തിൻ്റെ മറവിൽ അവൻ ഒളിച്ചിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധം പുനഃസ്ഥാപിക്കാനാണ് യേശു കർത്താവ് വന്നത്, നമുക്ക് വേണ്ടി മരിച്ചത്. ആ ബന്ധം നമുക്ക് തിരിച്ചു കിട്ടി. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ആദാമേ നീ എവിടെയെന്ന് ഒളിച്ചോടിയ ആദാം ദൈവത്തിലേക്ക് ധൈര്യത്തോടെ തിരിച്ചു വരിക. എബ്രായലേഖനത്തിൽ പറയുന്നു, നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരും. ദൈവവുമായുള്ള ബന്ധം തിരിച്ചു കിട്ടി. ദൈവത്തോട് തിരിച്ചു കിട്ടിയ ബന്ധമാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. അല്ല, ദൈവം തന്ന ദാനങ്ങളല്ല. ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെക്കാൾ വലുത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. അതാണ് പുതിയ യെരൂശലേമിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരാം. എന്താണ് ദൈവം നമുക്ക് തരുന്ന സൗഭാഗ്യം നമുക്ക് നോക്കാം. 22-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അടുത്ത് അടുത്ത് അവർ അവൻ്റെ മുഖം കാണും. മതി.
അപ്പം നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യത്തിൽ ഏറ്റവും വലുത് ദൈവവുമായുള്ള ബന്ധം തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അതിലാണ് നമ്മുടെ സന്തോഷം. അതിലാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ ഏറ്റവും വലിയ ആഹ്ലാദം ദൈവത്തെ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. ആദാമ്യ പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി, നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് അകറ്റി, നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ദൈവത്തിൽ നിന്ന് അകറ്റി, അതെല്ലാം മാറിക്കളഞ്ഞ് നിത്യതയിൽ മുഴുവൻ ദൈവത്തോട് ഒരുമിച്ച് വസിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യപദവിയാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ. അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. കർത്താവ് ഇത് തരും, അത് തരും, ഇത് തരും, അതിലായിരിക്കരുത്. ഞാനിതൊക്കെ ഈ വെളിപ്പാട് ദിവസം അല്ലെങ്കിൽ ഈ പുതിയ യെരൂശലേം ഒക്കെ പഠിപ്പിക്കുമ്പോഴും ഈ അവിടുത്തെ മന്ദിരത്തെക്കുറിച്ച്, അതിൻ്റെ അളവും അത് ഉപയോഗിച്ച ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമെങ്കിലും ദൈവമക്കളാരും അതിൽ മാത്രം പ്രതീക്ഷ വെക്കരുത്. പ്രതീക്ഷ വെക്കുന്നതാ, എനിക്കെൻ്റെ കർത്താവിനെ നേരിൽ കാണാം, എനിക്കെൻ്റെ ദൈവത്തെ മുഖം കണ്ട് ആരാധിക്കാം, എനിക്ക് ആ തേജസ്സിൻ്റെ മുമ്പിലൊന്ന് വീഴാം. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. മോശയുണ്ടല്ലോ, മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഈ മോശയുടെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കാൾ വലുതല്ല വേറൊന്നും എന്ന് മോശ കരുതി എന്നുള്ളതാണ്. മോശ അങ്ങനെ തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിൻ്റെ സാന്നിധ്യമല്ലാതെ വേറൊന്നും ആവശ്യമില്ലെന്ന്. നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം, അവിടെ കർത്താവ് പറഞ്ഞു, നീ പൊക്കോ, നിന്നെയും ജനത്തെ ഞാൻ അവിടെ എത്തിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. മോശ ദൈവത്തോടൊപ്പം പറയുന്നു, എനിക്ക് നിൻ്റെ സാന്നിധ്യമാണ് വേണ്ടത്. 33-ാം അധ്യായം 32 33-ാം അധ്യായം എടുക്കുക. നമുക്കതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവ സാന്നിധ്യത്തിൻ്റെ വില മനസ്സിലാക്കാം. അനന്തരം മോശ യഹോവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രൈമ ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവീൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ മതി. ദൈവം മോശയോട് പറയുകയാണ്, നീ കനാൻ ദേശത്തേക്ക് പൊക്കൂ, അവിടെയുള്ള ജനത്തെ ഞാൻ നിനക്ക് വേണ്ടി ഓടിച്ചു കളയും. ആ ജനത്തെ ഞാൻ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ആ ദേശം നിങ്ങൾക്ക് തരും. ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കും, പക്ഷേ ഞാൻ നിൻ്റെ നടുവിൽ നടക്കയില്ല. അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെ? ഇത് കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. മോശ അതിന് മറുപടി പറഞ്ഞത് എന്നാണെന്നറിയാമോ? അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വന്നേ. മോശ അതിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. മതി. ദൈവം എന്താ പറഞ്ഞേ? നിനക്ക് കനാൻ തരാം, നിനക്ക് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ ഞാൻ നീക്കിക്കളയാം, ആ ഭൂമി നിങ്ങൾക്ക് സ്വന്തമായി തരാം, ഞാൻ നിങ്ങളുടെ നടുവിൽ വരികയില്ല. ഉടനെ മോശ 15-ാം വാക്യത്തിൽ പറയാ, ഞങ്ങൾക്ക് ഭൂമി വേണ്ട, നീ ഞങ്ങളോടുകൂടെ വരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടുന്നേ ഇല്ല. മനസ്സിലായോ? അല്ലാതെ ഉടനെ തന്നെ കർത്താവേ കുഴപ്പമില്ല, നീ വന്നില്ലേലും കുഴപ്പമില്ല, ദൂതനെ അയക്കുമല്ലോ, ഞങ്ങൾക്ക് ഭൂമിയും കിട്ടുമല്ലോ, മതി, ഞങ്ങളതിനു വേണ്ടി ഇറങ്ങിയത് എന്ന് മോശ പറഞ്ഞില്ല. നമ്മളായിരുന്നേ പറഞ്ഞേനെ, കർത്താവേ അങ്ങ് അല്ലേലും വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, അങ്ങ് വന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ആ ഭൂമി ഇങ്ങോട്ട് കിട്ടിയാൽ മതി. മോശ പറയാൻ, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കർത്താവേ, നീയാ ഞങ്ങൾക്ക് വലുത്, നീ തരുന്ന ദാനങ്ങളല്ല വലുത്, നീയാണ് ഞങ്ങൾക്ക് വലുത്. യേശുവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും പലരും യേശുവിനെ വിട്ടച്ചങ്ങ് പോയി. നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഇല്ല, നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലുണ്ട്. അപ്പം തിന്നാനല്ല ഞങ്ങൾ വന്നത്, അടയാളം കാണാനല്ല ഞങ്ങൾ വന്നത്, നിൻ്റെ അടുക്കൽ ഇരിക്കാനാണ് ഞങ്ങൾ വന്നത്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്.
കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പറയുക, എന്തിനാ തിരഞ്ഞെടുത്തെന്നുള്ള എഴുതിയിട്ടുണ്ട്, അവനോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനുമാണ് തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് പുതിയ ഭൂമി കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയാമോ? ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളതാണ്. അത് മറക്കരുത്. അല്ലാതെ പുതിയ ഭൂമി കിട്ടുന്ന വേറെ ഒക്കെ അവിടെ നിൽക്കട്ടെ, ജീവജലം നദിയുണ്ടെന്നോ ജീവവൃക്ഷത്തിൻ്റെ പഴമുണ്ടെന്നോ ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിലൊന്നുമല്ല നമ്മുടെ പ്രതീക്ഷ. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം കേട്ടിച്ച് നമ്മളും വിചാരിക്കും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പെടാപ്പാടെല്ലാം പെടുന്നതെന്ന്. അതൊക്കെ കിട്ടിക്കോട്ടെ, അതൊന്നൊരു വിഷയമല്ല. ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ വീട്ടിൽ വളർന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം മാതാപിതാക്കൾ അവന് കൊടുക്കുന്ന സാധനങ്ങളല്ല, മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് അവരോട് ഒരുമിച്ച് കഴിയുന്നത് അവൻ്റെ ഭാഗ്യം. മനസ്സിലാവുന്നുണ്ടോ? ആ മാതാപിതാക്കൾ കൊടുക്കുന്ന എല്ലാം കൊടുക്കാൻ തയ്യാറായി പുറത്തുനിന്നൊരാൾ വിളിച്ചാൽ ആ കുഞ്ഞിന് അതിനകത്ത് തൃപ്തിപ്പെടാൻ കഴിയുമോ? ഇല്ല. എനിക്കെൻ്റെ അമ്മ മതി, എനിക്കെൻ്റെ അപ്പം മതി. ആ സാന്നിധ്യമാണ് വിലപ്പെട്ടത്. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിലും അത് തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ, നിന്നേക്കാൾ വലുതായി ഞങ്ങൾക്കൊന്നുമില്ല, നീ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. നീ തരുന്ന ദാനങ്ങളല്ല വലുത്, അങ്ങാണ് ഏറ്റവും വലുത്. അപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മതി. മോശയോടെ പറയുക, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ആ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ദൈവത്തോട് ഒരുമിച്ച് കഴിയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ആളത്വം മുഴുവനും ഏറ്റവും സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ സാമീപ്യം കിട്ടുമ്പോഴാണ്, ആ സാന്നിധ്യം കിട്ടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? അല്ലാതെ സ്വർഗത്തിലെ വസ്തുക്കളല്ല, സ്വർഗത്തിലെ ദാനങ്ങളല്ല, സ്വർഗത്തിലെ യെരൂശലേമല്ല നമ്മുടെ സന്തോഷം. അതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അതൊക്കെ ഉണ്ടവിടെ. പക്ഷെ നമ്മുടെ സന്തോഷം അതല്ല, കർത്താവിൻ്റെ അടുക്കലിരിക്കുക എന്നുള്ളതാണ് പ്രത്യേക കാര്യം. രണ്ട്, നമ്മുടെ കർത്താവിൻ്റെ കൂടെ നമ്മൾ കർത്താവിനെ കാണാൻ പറ്റുന്നൊരു ഭാഗ്യമല്ലേ. മണവാട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം മണവാളനെ കാണുന്നത് തന്നെ. നമ്മുടെ ആത്മ മണവാളനെ കാണുന്ന ദിവസങ്ങളതല്ല. യേശുവിനെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ യേശുവിനെ കാണാൻ പോവുക അപ്പോൾ നേരിൽ. നമ്മൾ അതിനാ പാട്ട് ഞാൻ ആ സ്റ്റാൻസ് അവിടെ പാടിയിട്ടതാ. സുന്ദരരൂപനായ കർത്താവ്, 10,000 സുന്ദരനായവനെ നമ്മൾ നേരിട്ട് കാണാൻ പോവുക. ശൂലേമി പറയുന്നു, നിൻ്റെ പിന്നാലെ എന്നെ വലിക്ക, രാജാവിനെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കഴിയാൻ പറ്റുന്നതാണ് പുതിയ യെരൂശലേമിലെ ഒന്നാമത്തെ നമ്മുടെ സൗഭാഗ്യമെന്ന് പറയുന്നത്. അവിടെ നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, എന്താ നിങ്ങളുടെ ഭാവി പ്രത്യാശ എന്ന് ചോദിച്ചാൽ പറയണം, സ്വർഗത്തിൽ പോകുക എന്നല്ല പറയേണ്ടത്, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിൻ്റെ ഒപ്പമായിരിക്കും നിത്യത മുഴുവൻ. അങ്ങനെ പറഞ്ഞ് പഠിക്കണം, അങ്ങനെ പറയണം. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ പോകുന്നത് സ്വർഗത്തിൽ പോകാനല്ലേ? അതല്ല ഞങ്ങളുടെ പ്രതീക്ഷ. പോവും, ഞങ്ങളുടെ പ്രതീക്ഷ അതല്ല. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾ കാണും, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോട് ഒന്നിച്ച് ഞങ്ങൾ കഴിയും, നിത്യത മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. എണ്ണമില്ലാത്ത യുഗങ്ങൾ കർത്താവിനോടൊപ്പമായിരിക്കും. അതാണ് ഒന്ന് നമ്മൾ വായിച്ചത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാണാൻ പറ്റുന്നത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. കാണാൻ പറ്റുക മാത്രമല്ല, അവൻ നമ്മെ പേര് വിളിച്ച്, ഓമന പേര് ചൊല്ലി വിളിച്ച്, നാം ചെയ്തതിന് പ്രതിഫലം തന്ന് നമ്മെ മാനിക്കുകയും നമ്മെ ആശ്ലേഷിക്കുകയും തന്നോടൊപ്പം ഇരുത്തുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഒപ്പം, കർത്താവിൻ്റെ ഒപ്പം. അതാണ് ഏറ്റവും വിലയേറിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് 21-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും 22-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും എടുത്തു പറയുന്ന കാര്യം ഇതാ, മനുഷ്യരോടുകൂടെ ദൈവവും കുഞ്ഞാടും മനുഷ്യനോടുകൂടെ. അതാണ് ഈ 2 ചാപ്റ്ററുകളിലും ആദ്യം പറയുന്നത്. അതാണൊരു ദൈവപൈതലിൻ്റെ ഭാഗ്യം. എന്താ കർത്താവ് ഒപ്പം ഇരുന്നാലുള്ള ഗുണം? നമുക്ക് 21-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യം വായിക്കാം. എന്താ ദൈവ സാന്നിധ്യത്തിൻ്റെ ഗുണം? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം.
അടുത്തത് അവൻ അവരോട് കൂടെ വസിക്കും. ആ അവർ അവന്റെ ജനമായിരിക്കും. ആ ദൈവം താൻ അവരുടെ ദൈവമായി ആ അവരോട് കൂടെ ഇരിക്കും. ആ 2 പ്രാവശ്യമാണ് പറഞ്ഞത് ദൈവം അവരോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. പിന്നെ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ദൈവ സാന്നിധ്യം അടുത്ത് വന്നാലുള്ള ഗുണം നിന്റെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റും. പിന്നെ മരണമുണ്ടാകുകയില്ല. നിന്നെ ഭയപ്പെടുത്തുന്ന മരണം ഒരിക്കലും അവിടെ അടുത്തു വരികയില്ല. പിന്നെ ദുഃഖമോ മുറവിളിയോ കഷ്ടതയോ നിന്നെ തൊടുകയില്ല ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ. പിന്നെ മതി. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഇത്ര വില കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മരണം നിന്നെ തൊടത്തില്ല, ദുഃഖവും മുറവിളിയും നിന്നെ തൊടുകയില്ല. കർത്താവിനോട് പറ്റിയിരുന്നാൽ ദൈവത്തിൻ്റെ ജീവൻ നിന്നിലേക്ക് വ്യാപരിക്കുമെന്നുള്ള അതിൻ്റെ ഗുണം. പ്രതിസന്ധികളെ തോൽപ്പിക്കണോ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയിരുന്നാൽ മതി. അതുകൊണ്ടാണ് നമുക്ക് ദൈവസാന്നിധ്യത്തിന് വില കൊടുക്കുന്നത്. ദൈവമില്ലാത്തടത്ത് ഇതെല്ലാം ഉണ്ട്, ദൈവമില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്, ദൈവത്തെ വിട്ടുപോയാൽ ഇതെല്ലാമുണ്ട്. ധൂർത്തപുത്രൻ അപ്പനെ വിട്ടേച്ച് പോയപ്പോൾ ഓർക്കുന്നില്ലേ? അപ്പനെ വിട്ടേച്ച് ധൂർത്തപുത്രൻ പോയി. ഒടുവിൽ അവന് എന്നാ പറ്റി? അവന് നല്ല വസ്ത്രമില്ല, ആഹാരമില്ല, പന്നിയെ മേച്ചു. ആ പന്നി തിന്നുന്ന ആഹാരം തിന്നാൻ അവൻ ആഗ്രഹിച്ചു, ആരും അവന് കൊടുത്തില്ല. ഓർമ്മയുണ്ടല്ലോ കാര്യങ്ങൾ. അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ചിന്തിച്ച് എന്തിനാണെന്നറിയാമോ? അവനൊന്നും മനസ്സിലായി, അപ്പൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരികയില്ല. നമ്മുടെ അപ്പൻ അതിനേക്കാൾ എത്രയോ വലിയവനാ, എത്രയോ ഉന്നതനാ, നമുക്ക് എന്തെല്ലാം തരാൻ മതിയായവനാ. അവിടെ നമുക്കിന്ന് ഈ പുതിയ യെരൂശലേമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് തന്നെയായിരിക്കണം. എനിക്കെൻ്റെ കർത്താവിനെ തിരിച്ചു കിട്ടും, എനിക്കെൻ്റെ യേശുവിനെ തിരിച്ചു കിട്ടും, എനിക്കെൻ്റെ കർത്താവിനോട് കൂടെ നിത്യത മുഴുവനായിരിക്കാൻ കഴിയും. എനിക്കത് മതി, എനിക്ക് ആ സാമീപ്യം മതി, എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ ഇരുന്നാൽ മതി, ഇങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ മതി എന്നുള്ളവരൊക്കെ ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച്, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ എനിക്കെൻ്റെ ഇഹത്തിലെ ശില്പിയായി നഗരം പരനോടുകൂടെ വാഴാൻ പോയാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ. ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ ധ്യാനത്തോടെ മരിച്ചവനായി കിടന്നൊരിടത്ത് നിന്നോ, ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്ത് നിന്നോ, ഉയർത്തിന്നോളമെന്നെ നിർത്തിയവൻ, ഉയർത്തിന്നോളം നിർത്തിയവൻ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലോ, ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലോ, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി,
ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. പ്രിയനെ നീക്കിനിയേകും ദിനമൊക്കെയോ ഉയർത്തിടാൻ സുവിശേഷ കൊടിയ മണ്ണിൽ. പ്രിയനെ നീക്കിനിയേകും ദിനമൊക്കെയോ ഉയർത്തിടാൻ സുവിശേഷ കൊടിമണ്ണിൽ. ഇളക്കമില്ലാത്ത വസിച്ചിടുവാൻ, ഇളക്കമില്ല വസിച്ചിടുവാൻ തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. തിടുക്കമാണൻ മണാളൻ വന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. അപ്പം ഞാൻ ഈ അവസാന സമയങ്ങളിൽ ഞാൻ വ്യക്തമാക്കി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നൊരു കാര്യം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം, ദൈവത്തെയും കുഞ്ഞാടിൻ്റെയും സഹവാസം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിനെ കാണുന്ന പോലെ ഭാഗ്യം കണ്ടാൽ പിന്നെ വേറെ വല്ലതും വേണോ? കർത്താവിനെ നേരിട്ട് കാണുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്ന് നമുക്ക് തോന്നുമോ? ഇല്ല, ഒരിക്കലുമില്ല. മറ്റൊന്നും നമ്മൾ ചിന്തിക്കുകയില്ല. കാരണം ഈ കാലമത്രയും നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ ഒരു നോക്ക് കാണാനാണ്. അത് കണ്ടു കഴിയുമ്പോൾ മറ്റെല്ലാം നമ്മൾ മറക്കും. ഇപ്പം നമ്മളോട് തന്നെ പറയുക, ഇവിടെ എത്ര സൗഭാഗ്യമുണ്ടെന്ന് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ പറയാം, അതവിടെ നിൽക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. ഞാൻ കാണാൻ കാത്തിരുന്നത് എൻ്റെ ആത്മമണവാളനെയാണ്. അവൻ 10,000 സുന്ദരനാണ്. അവനെപ്പോലൊരുവനെ ഞാൻ ഈ ആയുസ്സിൽ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ലോകമഹാന്മാർ അവനോടൊപ്പം വരികയില്ല, ഉന്നതന്മാർ അവനോടൊപ്പം വരികയില്ല. അവരാരും എൻ്റെ പ്രാണപ്രിയനെ പോലെ വലിയവനല്ല. അതല്ലേ ശുലേമി പറയുന്ന ഉത്തമഗീതത്തിൽ. അവിടെ ചോദിക്കുന്നുണ്ട് യെരൂശലേം പുത്രിമാർ അവളോട്, നിൻ്റെ പ്രിയനെ നീ ഇത്ര പറയാൻ എന്താ ഉള്ളതെന്ന്. ശുലേമിയോട് ചോദിക്കുക, നിൻ്റെ പ്രിയനെ നീ എന്താ ഇത്രയും വലിയ ആഗ്രഹിക്കുന്നത്? ശലോമോൻ്റെ കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. കൊട്ടാരത്തിൽ കൊണ്ടുവന്ന കൊട്ടാരത്തിൻ്റെ പ്രതാപവും ശലോമോൻ്റെ പ്രതാപവും ശലോമോൻ്റെ രാജകീയ മഹാത്മ്യവും അവിടുത്തെ പള്ളിയറയും അവിടുത്തെ ഭക്ഷണമേശയും എല്ലാം അവളെ കാണിച്ചു. അവളന്നേരം പറയും, എനിക്ക് എൻ്റെ പ്രിയനെ കണ്ടാൽ മതി. അതുകൊണ്ട് അവർ ചോദിച്ചത്, എന്നാ നിൻ്റെ പ്രിയൻ എത്ര വലിയ വിശേഷത? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 സുന്ദരൻ. ലോകത്തിലെ മഹാന്മാരുടെ മുമ്പിൽ നമ്മുടെ കണ്ണ് ഉടക്കുന്നില്ല. അവരാരുമല്ല നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ആത്മമണവാളനാണ്. അവൻ്റെ സൗന്ദര്യം വേറെ ആർക്കുമില്ല. അവനെ കാണാനാണ് നമ്മൾ ഈ കാത്തിരിക്കുന്നത് മൊത്തം. യേശുവിനെ കാണാനാണ്, യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കാനാണ്, യേശുവിൻ്റെ സാന്നിധ്യം കിട്ടാനാണ്. അതുകൊണ്ട് ഉത്തമഗീതം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും അതുകൊണ്ടാണ്. അതിനകത്ത് കിടപ്പുള്ള ഈ വിഷയങ്ങളല്ല. ഞാൻ ഇന്ന് രാത്രി അതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിക്ക് രാജാവിൻ്റെ ശലോമോൻ്റെ മഹത്വങ്ങളല്ല വലുത്. ഇടയനായ എൻ്റെ ഇടയ ചെറുക്കനുണ്ട്. അവൻ ഈ രാജാവിൻ്റെ പ്രതാപങ്ങളെക്കാൾ വലുത് അവൻ്റെ സൗന്ദര്യം. കാരണം അവനാണ് എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ. ലോകത്തിലാരും ജീവൻ തന്നല്ല നമ്മെ സ്നേഹിച്ചത്. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചത് ജീവൻ തന്ന. അതുകൊണ്ട് ആ കർത്താവിനെ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളീ പഠിച്ചു വന്നതിൻ്റെ ഒക്കെ സാരമതാ. എന്തിന് ഈ ലോക ജീവിതം വെടിയുന്നു? എന്തിന് പുതിയ ലോകത്തെ പ്രതീക്ഷിക്കുന്നു? പുതിയ ലോകത്ത് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഒപ്പം കഴിയാം. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കൈവിട്ടു പോകരുത കാര്യം. നാം ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയല്ല, സ്വർഗീയ മഹത്വത്തിന് വേണ്ടിയല്ല. നമ്മുടെ പ്രാണപ്രിയനെ
നേരിൽ കാണുകയും കർത്താവിനോടൊപ്പം കഴിയാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. സ്തോത്രം. എല്ലാ ദുഃഖവും നമ്മളവിടെ മറക്കും, എല്ലാ വേദനയും അവിടെ മറക്കും, കഴിഞ്ഞ കാലത്ത് നിന്ന സഹിച്ചത് മറക്കും, കഷ്ടപ്പെട്ടത് മറക്കും, ദുരിതം അനുഭവിച്ചത് മറക്കും, യാതനകൾ അനുഭവിച്ചത് മറക്കും. അതെല്ലാം കർത്താവിന് വേണ്ടി മാത്രമായിരുന്നു. അവനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളത് ചെയ്തത്. കാരണം യേശു തന്ന സ്നേഹത്തിന് പകരമല്ല നമ്മൾ ഈ ചെയ്യുന്നതൊന്നും. അവൻ ജീവൻ തന്ന നമ്മെ സ്നേഹിച്ചത് നാം നമ്മുടെ ജീവൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ജീവൻ തന്ന നമ്മെ സ്നേഹിച്ചവന് വേണ്ടി നമ്മുടെ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മൾ കാത്തിരിക്കുക. അത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ട് പ്രകടിപ്പിക്കുന്നത് നിത്യതയില. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. നാം കർത്താവിനോട് ഒരുമിച്ചായിരിക്കുകയും ചെയ്യും. ആ പക്വതയുള്ള ദിനത്തിന് വേണ്ടിയാണ്. മരിച്ചാലും അങ്ങനെ കേട്ടോ, മരിക്കുമ്പോഴും നേരെ പോകുന്ന കർത്താവിൻ്റെ അടുക്കലാണ്. അവളുടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പോൾ എനിക്ക് ഏറെ കാംക്ഷയുണ്ട്. ആരെങ്കിലും ഈ ലോകത്ത് വെച്ച് മരിച്ചാൽ പേടിക്കേണ്ട, നേരെ പോകുന്ന കർത്താവിൻ്റെ അടുക്കലുണ്ടാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലുണ്ടാണ്. നിത്യതയിൽ നമ്മൾ ചെല്ലുന്ന കർത്താവിൻ്റെ അടുക്കലുണ്ടാണ്. അപ്പം നമ്മുടെ എല്ലാ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുക്ക പോവുക എന്നുള്ളതാണ്, കർത്താവിൻ്റെ അടുക്ക ചെല്ലുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നിന്ന സഹിച്ചത്, അതിനുവേണ്ടിയാണ് നമ്മൾ സ്വന്തക്കാർ നമ്മളെ വെറുത്തിട്ടും അവർ നമ്മളെ എതിർത്തിട്ടും നമ്മളത് സഹിച്ചത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ നമ്മളെ പഴി പറഞ്ഞിട്ടും നമ്മൾ സഹിച്ചതിന് വേണ്ടിയാണ്, ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, എനിക്കെൻ്റെ കർത്താവിൻ്റെ അടുക്ക പോയാൽ മതി. അതിനാണ് നമ്മൾ ആ പാട്ട് പാടിയതും. അതിനാ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന് പാടി ഞാനത് എടുത്തിട്ടത് അതിനാ. സ്തോത്രം. ഈ മണ്ണിന് വേണ്ടി നമ്മൾ ആ മാണിക്യത്തെ വെടിയരുത്, ഈ മണ്ണിനും പ്രതാപങ്ങൾക്ക് വേണ്ടി നമ്മളതിനെ കളയരുത്. സ്തോത്രം. എനിക്കെൻ്റെ കർത്താവിൻ്റെ സാമീപ്യത്തിനാണ് ഏറ്റവും ആഗ്രഹം എന്ന ഒരു വലിയ പ്രത്യാശ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഞാൻ അവിടെ പുതിയ ഭൂമിയിലുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ സാന്നിധ്യമുണ്ട്, അവരുടെ സിംഹാസനം അവിടെയുണ്ട്. അതാണ് ദൈവഭയത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പുതിയ ഭൂമിയിലും പുത്തൻ യെരൂശലേമിലും. സ്തോത്രം. അവിടെ വിശുദ്ധന്മാർക്ക് കിട്ടുന്ന പുത്തൻ യെരൂശലേമിലെ ജീവിത സൗകര്യങ്ങളോ അവിടെ ലഭിക്കാൻ പോകുന്ന നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിലോ അതൊന്നുമല്ല യഥാർത്ഥ പ്രതീക്ഷ, യഥാർത്ഥ പ്രത്യാശ. അതെല്ലാം താൽക്കാലികമാണ്. അതിനേക്കാൾ മുകളിലാണ് ദൈവം നമുക്ക് തരാൻ പോകുന്ന വലിയ പ്രത്യാശ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. എല്ലാവരും ദൈവം കണ്ണുകളൊന്നും മൂടിയാട്ടെ. ഇന്ന് രാത്രി കേട്ട തിരുവെഴുത്തിനെ, തിരുവചനത്തെ ഒരു നിമിഷം നമുക്കൊന്ന് ധ്യാനിക്കാം. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പടിപടിയായി ക്രമേണ കുറേശ്ശെ പഠിച്ചു വരികയാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം നിത്യതയാണ്. ആ നിത്യതയിൽ നമ്മൾ ആരാണ്? നിത്യരാജാവായ കർത്താവിനോടൊപ്പം ഭരിക്കുന്ന, ഈ ഭൂമിയുടെ ആധിപത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ലോകത്തെ ന്യായം വിധിക്കും, നമ്മൾ ലോകത്തെ ഭരിക്കും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്നത്. നമ്മൾ നിസാരന്മാർ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരുമല്ല. നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിനും അപ്പുറത്താണ്. നമ്മുടെ പ്രതീക്ഷ ഈ ആയുസ്സിനും അപ്പുറത്താണ്. ഒരു നിത്യത നമുക്കുണ്ട്. ആ നിത്യത മുഴുവൻ നമ്മൾ ദൈവത്തോടും കുഞ്ഞാടിനോടും ഒരുമിച്ച് കഴിയും. നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ രക്ഷകനുമായ യേശുക്രിസ്തുവിനോടും നിത്യനായ ദൈവത്തോടും ഒരുമിച്ച് കഴിയാനാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിനേക്കാൾ വലുത് നമുക്കൊന്നുമില്ല. ഈ ഭൂമിയിലും വലുതൊന്നും നമുക്കില്ല, സ്വർഗത്തിലും വലുതില്ല. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും എവിടെയും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകജീവിതത്തിൽ നമുക്ക് ദൈവമാണ് വലുത്, സ്വർഗത്തിൽ നമുക്ക് ദൈവമാണ് വലുത്. ആ ദൈവത്തെയും സാന്നിധ്യത്തെക്കാളും വലുതല്ല മറ്റൊന്നും. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്ത് ശക്തിയായി പതിയട്ടെ. നാം വെളിപ്പാട് പുസ്തകത്തെയും നിത്യതയെയും പഠിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പതിയേണ്ട കാര്യം, ആഴത്തിൽ ഉറയ്ക്കേണ്ട കാര്യം, നമ്മുടെ നിത്യപ്രതീക്ഷ, വിലപിടിപ്പുള്ള പ്രതീക്ഷ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.